എടാ ഇന്ത്യൻ ഫോട്ടോഗ്രാഫി മാർക്കറ്റ് 2026 കറൻ്റ് $7.3 ബില്യൺ ആണ്. അത് 2033 8.1% ഇനിയും ഇൻക്രീസ് ചെയ്യുന്നതാണ് പറയണത്. ശരി. ഞാനിപ്പോൾ കൂടുതൽ ഫോക്കസ് ചെയ്യുന്നത് വെഡ്ഡിങ് ആണ്. അത്യാവശ്യം പ്രോഫിറ്റ് ഉണ്ട്, നന്നായിട്ട് ഏൺ ചെയ്യാനും പറ്റുന്നുണ്ട്. ഈ ആണെങ്കിൽ ഒരുപാട് ജോണർ കൈകാര്യം ചെയ്യുന്ന ഒരാളാണ്. എൻ്റെ പ്രൊഫൈൽ നോക്കിയാലും അത് അറിയാൻ പറ്റും. ഈ വെഡ്ഡിങ് ഫോട്ടോഗ്രാഫി അല്ലാതെ മറ്റുള്ള ജോണേഴ്സിൻ്റെ ഒക്കെ സ്കോപ്പ് എന്താണ്? ഫോട്ടോഗ്രാഫി പഴയ കാലത്ത് വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ഒരുപാട് സ്കോപ്പും കൂടിയിട്ടുണ്ട്, ഒരുപാട് ജോണേഴ്സും കൂടിയിട്ടുണ്ട്. ഓരോ ജോണറും പ്രോഫിറ്റബിൾ ആണ്. പക്ഷെ ആദ്യം ചെയ്യേണ്ടത് ഏതെങ്കിലും ഒന്നിൽ സ്പെഷ്യലൈസ് ചെയ്യുക എന്നുള്ളതാണ്. ഓക്കെ, എൻ്റെ അഭിപ്രായത്തിൽ ഇതിൽ ഏത് ജോണറാണ് നല്ലത്? ഏത് ജോണറാണോ നമുക്ക് സാറ്റിസ്ഫാക്ഷൻ തരുന്നത് അത് സെലക്ട് ചെയ്യുക എന്നുള്ളതാണ്. എന്നെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ എനിക്ക് ഏറ്റവും ഇഷ്ടം പേഴ്സണലി ഫൈൻ ആർട്ട് ഓക്കെയാണ്. അതേപോലെ തന്നെ ട്രാവൽ ടൈപ്പ് ഓഫ് വർക്ക്, കൂടുതൽ വർക്ക് ഒരുമിച്ച് വരികയാണെങ്കിൽ അതിൽ ഏറ്റവും ഫസ്റ്റ് ഞാൻ പ്രയോറിറ്റി കൊടുക്കുക ട്രാവൽ ടൈപ്പ് ഓഫ് വർക്ക് ഏതെങ്കിലും ഉണ്ടെങ്കിൽ അതെടുക്കുക എന്നുള്ളത്. അപ്പോൾ ഛത്തീസ്ഗഡ് ടൂറിസം ഒക്കെ നടത്താൻ എനിക്കറിയാം. ഓക്കെ, അങ്ങനത്തെ ഒരു വർക്കിലൊക്കെ നമുക്ക് നല്ലൊരു ട്രിപ്പ്, അതേപോലെ തന്നെ ട്രിപ്പ് കഴിഞ്ഞ് വരുമ്പോൾ നമുക്കൊരു ഏണിയും കൂടെ കിട്ടും. മറ്റ് ജോണറിലൊന്നും കിട്ടാത്തൊരു സാധനം ട്രാവലിൽ അത് കിട്ടുന്നത്. അതെ, അങ്ങനത്തെ ഒരുപാട് ബെനിഫിറ്റ് ഓരോ ജോണറിലും പ്രോഫിറ്റബിൾ ആണ്, നേരത്തെ പറഞ്ഞ പോലെ തന്നെ. പക്ഷേ ഏറ്റവും കൂടുതൽ നമുക്ക് സാറ്റിസ്ഫാക്ഷൻ തരുന്ന ഏതാണോ അത് സെലക്ട് ചെയ്യുക എന്നുള്ളതാണ് എൻ്റെ സജഷൻ. അതെൻ്റെ പേഴ്സണൽ പ്രയോറിറ്റിയാണ് പറഞ്ഞിട്ടോ. ഇനി അതിൻ്റെ അപ്പുറം ഇപ്പോൾ കറൻ്റ് ഏതൊരു സ്ഥാപനം നിലനിൽക്കണമെങ്കിൽ പോലും ഫോട്ടോഗ്രാഫി അല്ലെങ്കിൽ വീഡിയോഗ്രാഫി നിർബന്ധമാണ്. അപ്പോൾ സ്കോപ്പുകളും ജോണേഴ്സും ഒരുപാട് കൂടിയിട്ടുണ്ട്, സാധ്യതകളും കൂടിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങളുടെ പാഷനെ പ്രൊഫഷണൽ ആക്കണമെന്നുണ്ടെങ്കിൽ ജോയിൻ